കേരളത്തിൽ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. നാട്ടിലെ ആളുകളെ കുറിച്ച് അനാവശ്യം എഴുതി പിടിപ്പിക്കുന്നവർക്കൊക്കെ പൊതുവെയുള്ള പേര് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് എന്ന് അങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു തരുമോ? ഡോക്ടർ ജിൻഡോ ജോൺ എന്ന് പേരുള്ള ഏതെങ്കിലും തോന്നിവാസികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉപയോഗിക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീമതി കെ ജെ ഷൈൻ ഉത്തമ ബോധ്യമുണ്ട്. അത് പറയാൻ കാരണം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ അവർക്കെതിരെ പരാമർശങ്ങളടങ്ങിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും പോസ്റ്റുകൾ പങ്കുവെക്കാനും തയ്യാറായ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സൈബർ അതിക്രമം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് കെ ജെ ഷൈൻ ആരോപിക്കുന്നത്. എന്തിനാണ് കോൺഗ്രസ് അത് ചെയ്യുന്നത്? അല്ല, അത് കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ലല്ലോ മാധു ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാവരും ആക്ഷേപത്തിന് വിധേയമായി. അതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ ഹാൻഡിലുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ളവരുണ്ടായിരുന്നു. ഇത് പുതിയൊരു സംഭവമല്ല. ഇപ്പോൾ ടീച്ചർ തന്നെ ഇവിടെ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഇത്തരം ഒരു പ്രചാരണം ഉണ്ടാകുമെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല എന്ന്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം അത് നിഷ്കളങ്കമാണെന്ന് തോന്നില്ല. എന്തായാലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കണം. അതിലൊന്നും ഒരു തർക്കവും നമ്മൾക്കാർക്കും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഫസർ ലീലാവതി ടീച്ചർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ചൊരിയുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ ഉണ്ടായിരുന്നു. വലിയ തിടുക്കമൊന്നും കേരള പോലീസിന് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിലുള്ള തിടുക്കമെങ്കിലും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സാമൂഹ്യ സംഘടനകളിലും പ്രവർത്തിക്കുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്ക് മാത്രം പോരാ പുരുഷന്മാർക്കും കേരള പോലീസ് ഉറപ്പ് നൽകണമെന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇത്തരത്തിൽ കെ ജെ ഷൈനെതിരെ പരോക്ഷമായും പ്രത്യക്ഷമായും അധിക്ഷേപം നടത്തുന്ന ആ കാര്യങ്ങൾ നേരിട്ട് ബോധ്യമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ആരെയെങ്കിലും അങ്ങ് കാണുകയോ അങ്ങേക്ക് നേരിട്ടറിയുകയോ ചെയ്യാമോ? എനിക്ക് മനസ്സിലായില്ല മാധു. അല്ല, നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വ്യാപകമായ ഒരു സൈബർ അതിക്രമം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ പോസ്റ്റുകൾ പങ്കുവെച്ച ആളുകളെയോ ഒക്കെ ഡോക്ടർ ജിൻഡോ ജോണിന് നേരിട്ട് പരിചയമോ അത്തരം പോസ്റ്റുകൾ കാണാനിടയാവുകയോ ചെയ്തോ? തീർച്ചയായിട്ടും എത്രയോ പോസ്റ്റുകൾ കാണുന്നുണ്ട്, എത്രയോ പേരുടെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. എൻ്റെ പോസ്റ്റിൻ്റെ താഴെ തന്നെ വന്നിട്ട് എത്രയോ ആക്ഷേപകരമായ പ്രസ്താവനകൾ, ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ്. ഇവിടെ മാതൃഭൂമിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന മുൻകാലത്തെ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വരെ വന്ന ആക്ഷേപകരമായിട്ടുള്ള എത്രയോ പ്രസ്താവനകൾ ഇന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അതങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു പുതിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. അത്തരം ആക്ഷേപങ്ങളുണ്ടാവും. പിന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് വിഘാതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ആളുകൾ അത് ചർച്ച ചെയ്യും. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ അതിനെ ക്ലാരിറ്റിയോടുകൂടി അഡ്രസ്സ് ചെയ്യുക, അതിനെ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാർഗ്ഗം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ഈ അധിക്ഷേപങ്ങളും സൈബർ അതിക്രമവും നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് അങ്ങ് പങ്കുവെച്ചതാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: വൈപ്പിൻകരയിൽ CPM ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല. അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന CPM ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം. തുടങ്ങി അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ച് വേണം അവരന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. യുവാക്കൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ തിയറി പഠിപ്പിക്കാനിറങ്ങുന്ന CPMലെ മാഷുമാർ മാർക്സിസ്റ്റ് തറവാട്ടിലെ വയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരമാലയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് CPM വൈപ്പിനിൽ ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് ഡോക്ടർ ജിൻഡോ ജോണിന് തോന്നിയത്? മറ്റേ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണോ അങ്ങനെ തോന്നലുണ്ടായത്? അല്ല, ഞാനത് പറയാം മാധു. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈപ്പിൻകരയിലെ MLA KN ഉണ്ണികൃഷ്ണൻ്റെ തന്നെ പ്രസ്താവന പ്രകാരമാണെങ്കിൽ സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ വിചാരിക്കുന്ന മാതൃഭൂമി ചാനലിൽ തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി ഓണത്തിൻ്റെ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില ആക്ഷേപങ്ങൾ, അതിനുശേഷം കേരളത്തിലെ VS അച്യുതാനന്ദൻ്റെ തന്നെ മുൻ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള CPMകാരനായിരുന്ന ഷാജഹാൻ എന്ന യൂട്യൂബറുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത, ഇതിനെല്ലാം തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചരണം കേരളത്തിലെമ്പാടും നടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കേരളത്തിലെമ്പാടും സദാചാരത്തിൻ്റെ വലിയ പൊളിറ്റിക്കൽ മൊറാലിറ്റി ക്ലാസ്സുകൾ എടുക്കുന്ന CPMകാർ
ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു കാര്യം കൂടി ഞാൻ വ്യക്തത വരുത്താം. ഇതിപ്പോൾ കോൺഗ്രസിലെയോ CPM-ലോ BJP-ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വന്നാലും അത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരുള്ള സംശയത്തിന്റെ നീളുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുപ്രവർത്തകരുടെ വിലയിടിക്കുന്ന കാര്യമാണ്. അപ്പൊ യഥാർത്ഥമായാലും ഇല്ലാത്തതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അതിവൈകാരിക ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ഒരു വലിയ എതിരെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും ഏതോ ഒരു പത്രത്തിന്റെ ചില ആരെന്നോ എന്തെന്നോ പറയാത്ത കുറച്ച് വരികളിലൂടെയും പുറത്തു വന്ന ഇതേ കാര്യം, ഈ സൈബർ ആക്രമണത്തിന് ചില സൈബർ കൂട്ടങ്ങൾ ഉപയോഗിക്കുന്ന അതേ ആരോപണം, അതിനെ ശരിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടോ, ശരിവെച്ചത് എന്നവിടെ പോട്ടെ, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിൻഡോ ജോൺ ആ പോസ്റ്റ് ഇട്ടത്. അല്ല, ഞാൻ KJ ഷൈനിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. വൈപ്പിനിലെ MLA KN ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞ, അദ്ദേഹം 5-ാം തീയതി മുതൽ കണ്ട് അദ്ദേഹത്തിന് ഏകദേശം ധാരണയുള്ള ഒരു വിഷയമാണെന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തന്റെ പാർട്ടിയിൽ ആരെങ്കിലും ആ വിഷയം എന്ന് പറയുന്നത് രണ്ടും ഒരു വിഷയമാണല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ. ഈ ഉണ്ണികൃഷ്ണൻ വൈപ്പിൻ MLA പറയുന്നതും അല്ല KJ ഷൈൻ പറയുന്നതും ഈ പറയുന്ന ആരോപണത്തെ കുറിച്ച് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ കാര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജിൻഡോ ജോൺ അത് പറഞ്ഞത് എന്ന് ഞാൻ എടുക്കുന്നു. ആദ്യം അങ്ങ് അല്ല എന്ന് പറഞ്ഞെങ്കിലും അത് തന്നെയാണ് അങ്ങ് അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെക്കാൻ കാരണമാകുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, സൈബർ അതിക്രമത്തിന് ആളുകളെ വലിച്ചിട്ട് കൊടുക്കുന്ന ആരും പോസ്റ്റ് എഴുതുകയാണ് അങ്ങ് ചെയ്തത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ സൈബർ അതിക്രമത്തിന് ആളുകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആരും ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ഇതാണ്, അവരുടെ ആധാർ കാർഡിന്റെ പകർപ്പ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല അത്തരം പോസ്റ്റുകൾ എഴുതുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത്. CPM വൈപ്പിനിൽ അധികം ഷൈൻ ചെയ്യില്ല എന്ന് അങ്ങ് പറഞ്ഞത് KJ ഷൈൻ എന്ന വ്യക്തിയെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മന്ത്രമുരുവിട്ട് നോക്കുകയും കബഡി നിർത്തുകയും ഒന്നും വേണ്ട. അപ്പോൾ അങ്ങ് ആ അതിക്രമത്തിന്റെയും ആ അധിക്ഷേപത്തിന്റെയും ഭാഗമായി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് നേരെ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്നത്. എന്ന് മാധു അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, എന്ന് ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് പോസ്റ്റ് എഴുതുന്നത് മാധു തീരുമാനിച്ചാൽ മതിയോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ എഴുതിയിരിക്കുന്ന വാചകത്തിൽ ഏത് വാചകമാണ് KJ ഷൈനെ സൂചിപ്പിക്കുന്ന ഏത് വാക്കാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങ് പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ണികൃഷ്ണനും KJ ഷൈനും ഉന്നയിക്കുന്ന ഒരേ ആരോപണമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങ് അതേ എന്ന് പറഞ്ഞെടുത്താണ് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ തരത്തിൽ ആളുകളെ അതിക്രമത്തിനും അധിക്ഷേപത്തിനും എറിഞ്ഞു കൊടുക്കേണ്ട എന്ത് ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അങ്ങേക്കുള്ളത് എന്ന്? മാധു, ഇനി ഞാൻ പറഞ്ഞു പൂർത്തിയാക്കുന്ന സെന്റൻസ് തീരുന്നവരെ ഇടപെടരുത് ദയവായി. ഒന്ന്, KJ ഷൈനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൂടി എൻഡോഴ്സ് ചെയ്തിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിതിൽ പറയുന്നത് കേരളത്തിലെമ്പാടും മുൻകാലങ്ങളിലടക്കം പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് മറ്റുള്ളവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, സ്വന്തം സഖാക്കന്മാർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കണം. മറ്റാളുകളെ കുറിച്ചിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ വരുമ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യുകയും അതിന് പിന്തുണ കൊടുക്കുകയും അക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം ചാടി ഇറങ്ങിയാൽ പോരാ എന്ന് തന്നെയാണ്. എൻ്റെ പോസ്റ്റിൽ നടുഭാഗത്ത് എഴുതിയേക്കുന്ന കാര്യമൊന്നും താങ്കൾ വായിച്ചില്ലല്ലോ. അത് മുഴുവൻ വായിക്കട്ടെ, എല്ലാം വായിക്കപ്പെടണമല്ലോ. അങ്ങ് അത് ഉന്നയിച്ചോളൂ. ഞാൻ അങ്ങയോട് വ്യക്തമായി ഓരോന്നും ചോദിച്ച് പോയതിനു ശേഷമാണ് അങ്ങ് ആ സൈബർ അതിക്രമത്തിന്റെ ഭാഗമായില്ലേ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ അത് ചോദിക്കാമായിരുന്നു. ഇപ്പോ അങ്ങ് പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, ഞാൻ വൈപ്പിൻ MLA കുറിച്ച് അല്ല എന്ന് പറഞ്ഞത്. ഞാൻ വൈപ്പിൻ MLA എന്ന് എടുത്ത് ചോദിച്ചപ്പോഴാണ് അങ്ങ് അതേ വിഷയമാണ് എന്ന് പറഞ്ഞത്. അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണ് കെട്ടി കളിക്കുന്നത്? നാട്ടുകാർ മുഴുവനും അരിഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത്? ഇതേ ഇത്രയും വിവാദങ്ങളും ഇത്രയധികം സൈബർ അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ആ വിഷയമേ അല്ല ഉന്നയിച്ചത് എന്ന് അങ്ങ് പറഞ്ഞാൽ, അങ്ങ് ഇപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണോ? അതിനൊരു വിശദീകരണം നൽകിക്കൊണ്ട് അങ്ങ് ഒരു പോസ്റ്റ് പറയുമ്പോൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് കൃത്യമായിട്ട് താങ്കൾ ആ പോസ്റ്റും വായിച്ചിട്ടുണ്ടാവല്ലോ. താങ്കൾ ആ 2 പോസ്റ്റും വായിച്ചതിൽ നിന്ന് ഞാൻ ഏത് വ്യക്തികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് നേതാവിനെതിരെ ആരോപണം വന്നാലും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ പൊതുപ്രവർത്തകർക്കുമുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സദാചാര ബോധം കേരള സമൂഹത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
അല്ല, ഞാൻ ഒരു ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ ഏത് ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾ പറയുന്നത്? എന്റെ പോസ്റ്റിനകത്ത് ഏതെങ്കിലും MLA-യുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു MLA-യുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് MLA-ക്ക് മാത്രമല്ല. ഞാൻ ചോദിച്ച അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് ഉണ്ണികൃഷ്ണന്മാരാണ്? അല്ല മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. അങ്ങനെ ഇത്തരം അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, മാധു തിരക്ക് പിടിക്കില്ലേ. ഞാൻ പൂർത്തിയാക്കട്ടെ, പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയല്ലേ. ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാർ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങ് പറഞ്ഞു അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 10-35 വയസ്സായി. ഈ 10-35 വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല. ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഞാൻ 1 മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ്. അല്ല മാധു, ഈ നാട്ടും പുറത്ത് ഇത്തരത്തിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞോ? മുഴുവൻ അങ്ങ് പറഞ്ഞ ആ സെന്റൻസ് ഒന്നും കൂടി ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണോ? അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക മാർഗങ്ങൾ മുഴുവൻ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണെന്ന് ഞാൻ പറഞ്ഞോ? എല്ലാ തരത്തിലുള്ള ആളുകളും അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയും. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയൂ, ഒന്ന് ആവർത്തിക്കൂ. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. ഏത് സെന്റൻസ് ആണ്? അല്ല, ഈ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ഏത് ഉണ്ണികൃഷ്ണന്മാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത് നമ്മുടെ നാട്ടിലേക്ക് ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ചില പേരുകളിലൊന്നാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അല്ല, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറയുന്നത് അത്തരമൊരു ടെർമിനോളജി ഞാൻ കേട്ടിട്ടില്ല. ഞാനും അങ്ങും ഉപയോഗിക്കുന്ന മലയാള ഭാഷയല്ലേ, ഞാനും അങ്ങും ജീവിക്കുന്നത്. കേൾക്കാത്തതെല്ലാം മാധു കേൾക്കാത്തതെല്ലാം ഇല്ലാത്തതാണെന്നും മാധു കേൾക്കുന്നത് മാത്രമാണ് ഉള്ളതെന്നും വിചാരിക്കാനും പാടില്ല. നാട്ടിലെ ആളുകളെ കുറിച്ച് അനാവശ്യം എഴുതി പിടിപ്പിക്കുന്നവർക്കൊക്കെ പൊതുവെയുള്ള പേര് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് എന്ന് അങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു തരുമോ? ഡോക്ടർ ജിൻഡോ ജോൺ എന്ന പേരുള്ള ഏതെങ്കിലും തോന്നിവാസികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉപയോഗിക്കാം. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ ഇത്രയും ഇപ്പൊ ഇനിയിപ്പോ അങ്ങൊക്കെ അറിയാവുന്ന നാട്ടിൽ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണന്മാർ എന്നാണ്. ഇനി നാട്ടിലെ ആളുകളെ പറ്റി അനാവശ്യം എഴുതി പിടിപ്പിക്കുന്ന ആളുകളെ മാധു പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ അങ്ങനെ അതിവായന നടത്തിപ്പോവല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നാട്ടിൽ തോന്നിവാസം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേര് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. എല്ലാ പേരിലും ഞാൻ പറഞ്ഞതല്ല, അങ്ങാണ് പറഞ്ഞത്. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ വിളിക്കുന്ന ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞോ ഡോക്ടർ ജിൻഡോ ജോൺ? അങ്ങല്ലേ പറഞ്ഞത്? എന്നിട്ട് പറയണ അതിവായനയാണെന്ന്. ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പകുതി എത്തുമ്പോൾ മാധു കയറി ഇടപെട്ടിട്ട് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ ഇടപെട്ടത്. പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ പറഞ്ഞത് വലിയ വിവാദമാകുമേ എന്ന് പറഞ്ഞത്. ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് താങ്കൾ പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് വലിയ വിവാദമാകുമേ എന്ന്. ഞാൻ അങ്ങേ കൊണ്ടുപോയി പെടുത്തി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് പറഞ്ഞത് എന്നങ്ങ് വിചാരിച്ചോളൂ.